നിധി കാക്കുന്ന ഭൂതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ശ്രീ മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബാറോസ് എന്ന സിനിമയെക്കുറിച്ച് ഒറ്റവരിയിൽ പറയുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനെ പറയാം. എന്നാൽ നമ്മുടെ വിഷയം സിനിമയല്ല, മറിച്ച് സിനിമയിലെ ബാറോസ് എന്ന കഥാപാത്രവും അതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന മിത്തുകളും ചരിത്രവുമാണ്. ശ്രീ മോഹൻലാലിൻ്റെ തന്നെ ബ്ലോഗ് പോസ്റ്റുകൾ പരിശോധിച്ചാൽ ബാറോസ് എന്ന സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും ഒരു ചെറിയ വിവരണം നമുക്ക് കിട്ടും. 500 വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വന്നിറങ്ങിയ വാസ്കോഡ ഗാമയുടെ നിധി സൂക്ഷിക്കുന്ന ഭൂതമാണ്, അല്ലെങ്കിൽ ആത്മാവാണ് ബാറോസ്. ഗാമയുടെ യഥാർത്ഥ അവകാശികൾ വന്നാൽ മാത്രമേ ബാറോസ് ആ നിധി കൈമാറുകയുള്ളൂ. ശരിക്കും ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ ഒരു മുത്തശ്ശി കഥ. എന്താണ് ഈ കഥയുടെ യഥാർത്ഥ ചരിത്രം? കേരളത്തിലെ, പ്രത്യേകിച്ച് പോർച്ചുഗീസ് സ്വാധീനമുണ്ടായിരുന്ന കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം മിത്തുകൾക്കുള്ള പ്രാധാന്യം എന്താണ്? ഇതേക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സിനിമയിലെ കഥയല്ല പറയുന്നത്, മറിച്ച് ചരിത്രവും മിത്തും ഒക്കെയാണ്. അതുകൊണ്ട് സിനിമ കണ്ടവർക്കും കാണാത്തവർക്കും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം, ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ വർഷം വരികയാണ്, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സമയമാണ്. സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെടാനും ഉത്തരവാദിത്വത്തോടെ പണം കൈകാര്യം ചെയ്യാനും പുതിയ വർഷത്തിൽ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് പണക്കാരനാവാൻ നോക്കരുത്. കയ്യിലുള്ളത് 1000 രൂപയാണെങ്കിലും നന്നായിട്ട് കൈകാര്യം ചെയ്യാനും നിക്ഷേപിക്കാനുമാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടത്. എന്നാൽ നമ്മുടെ പണം എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കരുത്. ബാങ്കിലും സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലും സ്വർണ്ണത്തിലും ഡെറ്റിലും വസ്തുവിലും ഒക്കെയായിട്ട് നിക്ഷേപം വൈവിധ്യപ്പെടുത്തണം. കൃത്യമായി വരവ് ചെലവുകൾ നിയന്ത്രിച്ച് ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്ന താല്പര്യമുള്ളവർക്ക് എൻ്റെ പേഴ്സണൽ ഫൈനാൻസ് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ഈ 6 മണിക്കൂർ പ്രീ റെക്കോർഡഡ് ക്ലാസ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടു തീർക്കാവുന്നതാണ്. പണം ഉണ്ടാക്കാനും കൈകാര്യം ചെയ്യാനും വിവിധ അസറ്റ് ക്ലാസ്സുകളിൽ നിക്ഷേപിക്കാനും ടാക്സ് പ്ലാൻ ചെയ്യാനും റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാനും 10ലധികം ഫൈനാൻഷ്യൽ ടൂളുകളുടെ സഹായത്തോടെ വ്യക്തമായിട്ട് ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. കമൻറ്റിലെ ലിങ്കിൽ പോവുക, ഫോണിലെ ലൊക്കേഷൻ ഓൺ ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താം. 6000 രൂപ വിലയുള്ള ക്ലാസ് ഈ വീഡിയോ വഴി ജോയിൻ ചെയ്യുന്ന ആദ്യ 250 പേർക്ക് 2799 രൂപയ്ക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഞാൻ പറയുന്നത് ഒരുപാട് നേരമൊന്നും ഈ ക്ലാസ്സിന് വേണ്ടി ചിലവഴിക്കേണ്ട ആവശ്യമില്ല. 3-4 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും പഠിച്ചു തീർക്കാം. അതിനുശേഷം വ്യക്തമായിട്ട് ആത്മവിശ്വാസത്തോടെ നിക്ഷേപങ്ങൾ നടത്താൻ പറ്റുന്നതുമാണ്. നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, വർഷം 1998, സ്ഥലം ഒമാൻ്റെ തീരം. വാസ്കോഡ ഗാമയുടെ കാലത്ത് തകർന്നുപോയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തുന്നു. 1998 എന്ന വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടുണ്ട്. വാസ്കോഡ ഗാമ കോഴിക്കോടിൻ്റെ തീരങ്ങളിൽ കാലുകുത്തിയതിൻ്റെ 500ാമത്തെ വാർഷികമാണ്. നമുക്കറിയുന്നത് പോലെ 1498 ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ കടൽ മാർഗം മാത്രം സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യയിലെത്തുന്നത്. 2 വർഷത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷമായിരുന്നു വാസ്കോഡ ഗാമ കോഴിക്കോടിൻ്റെ കാപ്പാട് തീരത്ത് വന്നിറങ്ങിയത്. അത് പോർച്ചുഗീസ് ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യൻ ചരിത്രത്തിലും സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരുന്നു. പിന്നീട് ഏകദേശം 450 വർഷത്തോളം വരുന്ന ഇന്ത്യയുടെ യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഈ പറങ്കികളും അടക്കം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ വർഷങ്ങളോളം ഭരിച്ച കാര്യവും നമുക്കറിയാവുന്നതാണ്. എന്തായാലും വാസ്കോഡ ഗാമയ്ക്ക് മുന്നേ തന്നെ യൂറോപ്യന്മാർ സുഗന്ധവ്യഞ്ജനങ്ങൾക്കും സ്വത്തിനും അറിവിനും പേരുകേട്ട ഇന്ത്യയിൽ എത്തിച്ചേരാൻ, വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ വലിയ രീതിയിൽ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. പലരും അത് നേടിയെടുക്കുകയും ചെയ്തു. വർഷം 1492 സ്പെയിനിലെ രാജാവ് ക്രിസ്റ്റഫർ കൊളംബസ് എന്നൊരു സഞ്ചാരിയെ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. പക്ഷേ അദ്ദേഹം എത്തിച്ചേർന്നത് ഇന്ന് നമ്മൾ അമേരിക്ക എന്ന് വിളിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു. കൊളംബസിന് ഇന്ത്യ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 8ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇന്നത്തെ സ്പെയിൻ അടങ്ങുന്ന പ്രദേശങ്ങൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്നു. പിന്നീട് 1492 പൂർണ്ണമായിട്ടും യൂറോപ്പിൽ നിന്ന് ഇസ്ലാമിക ഭരണം ഇല്ലാതായത്. ആ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ 8ാം നൂറ്റാണ്ട് മുതൽ തന്നെ അറബികളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വ്യാപാര ബന്ധമുണ്ട്. ആ കാലഘട്ടം നോക്കിയാൽ കേരളമടങ്ങുന്ന ഇന്ത്യയുടെ തെക്കൻ പ്രദേശങ്ങളുമായി അറബികൾക്ക് നല്ല രീതിയിൽ വ്യാപാര ബന്ധമുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ സമയം തന്നെ മാർക്കോ പോളോ അടങ്ങുന്ന യൂറോപ്യന്മാരും ഇന്ത്യയിലെത്തിയിരുന്നു. എന്നാൽ അവരാരും യൂറോപ്പിൽ നിന്ന് നേരിട്ട് കടൽ മാർഗം ഇന്ത്യയിലെത്തിയവരായിരുന്നില്ല. ഇവരെല്ലാം ചൈന അടങ്ങുന്ന സിൽക്ക് റൂട്ടിലൂടെ, അഥവാ പട്ടുതുണിപ്പാതയിലൂടെ സഞ്ചരിച്ചിട്ടായിരുന്നു ഇന്ത്യയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ആദ്യമായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള കടൽ മാർഗ വഴി കണ്ടുപിടിച്ചത് വാസ്കോഡ ഗാമ തന്നെയാണ്. നമ്മുടെ വിഷയം പൂർണ്ണമായും ചരിത്രമല്ല എങ്കിലും കുറച്ച് ചരിത്ര വസ്തുതകൾ ഈ വിഷയം പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1498 വാസ്കോഡ ഗാമ ആഫ്രിക്കൻ തീരം വഴി 4 കപ്പലുകളോടെയാണ് കോഴിക്കോട് എത്തുന്നത്. പോർച്ചുഗീസ് രാജാവായിരുന്ന മാനുവൽ ഒന്നാമനായിരുന്നു വാസ്കോഡ ഗാമയെ ഇന്ത്യ കണ്ടെത്താനുള്ള ചുമതല ഏൽപ്പിച്ചത്. ഈ സമയത്ത് മലബാർ തീരത്ത് കച്ചവടത്തിൻ്റെ കുത്തക മുസ്ലിം വ്യാപാരികൾക്കായിരുന്നു, അല്ലെങ്കിൽ അറബികൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ മറികടന്ന് സാമൂതിരിയുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയെടുക്കാൻ ഗാമയ്ക്ക് ആ സമയത്ത് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കടൽ വഴി കണ്ടുപിടിച്ച നേട്ടവുമായിട്ടാണ്
കോഴിക്കോട്ട് നിന്ന് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങിയത്. മാനുവൽ രാജാവ് ഗാമയ്ക്ക് വലിയ സ്വീകരണവും നൽകി. അതിനുശേഷം രാജാവിൻ്റെ ആജ്ഞപ്രകാരം പെഡ്രോ ആൽവരസ് കാബ്രോൾ എന്ന മറ്റൊരു സഞ്ചാരി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹവും കോഴിക്കോടിൻ്റെ തീരത്തെത്തി. സാമൂതിരി അവർക്കായിട്ട് വ്യാപാരത്തിന് ഒരു ട്രേഡിംഗ് പോസ്റ്റ് അനുവദിച്ച് നൽകുന്നുമുണ്ട്. എന്നാൽ ഇത് മുസ്ലിം വ്യാപാരികൾക്ക് സ്വീകാര്യമായിരുന്നില്ല. അവർ പോർച്ചുഗീസുകാരുടെ ആ വ്യാപാര കേന്ദ്രത്തെ ആക്രമിക്കാനുണ്ടായത്. കുറച്ചധികം പോർച്ചുഗീസുകാരെ വധിക്കുകയും ചെയ്തു. എന്നാൽ കാബ്രോൾ വെറുതെ ഇരുന്നില്ല. തിരിച്ച് 10 മുസ്ലിം വ്യാപാര കപ്പലുകൾ പിടിച്ചെടുക്കുകയും അതിലുള്ള ആളുകളെ വധിക്കുകയാണ് ഇവർ ചെയ്തത്. ഇനി കോഴിക്കോടുള്ള കച്ചവടം നടക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് പിന്നീട് കാബ്രോളിന് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ അവർ കൊച്ചിയിലേക്കാണ് പോയത്. കൊച്ചി തുറമുഖത്ത് ഇവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വ്യാപാരം ചെയ്യാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം രാജാവ് മാനുവൽ വാസ്കോഡ ഗാമയെ രണ്ടാമതും ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഗാമ കുറച്ചുകൂടെ തയ്യാറെടുപ്പോടെയാണ് ഇന്ത്യൻ തീരത്തേക്ക് യാത്ര തുടങ്ങിയത്. പോർച്ചുഗീസുകാരെ കച്ചവടത്തിന് അനുവദിക്കാത്ത മുസ്ലിം വ്യാപാരികളെ നേരിടാൻ 18 യുദ്ധക്കപ്പലുകളോടെയാണ് ഗാമ 1502 യാത്ര ആരംഭിച്ചത്. ഒരിക്കൽ മക്കയിൽ നിന്ന് വരുന്ന ഒരു കപ്പൽ വാസ്കോഡ ഗാമ ആക്രമിക്കുകയും അതിലെ വസ്തുക്കളെല്ലാം കൊള്ളയടിക്കുകയും ആ കപ്പലിന് തീയിടുകയും ചെയ്തതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആ കപ്പലിൽ അന്നുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളുമടക്കം 380ഓളം മനുഷ്യരെയാണ് ഗാമ കൊന്നുകളഞ്ഞത്. എന്തായാലും ഗാമയുടെ ക്രൂരതകൾ കോഴിക്കോടിൻ്റെ തീരം പിന്നെയും കണ്ടു. ഇന്ത്യൻ തീരങ്ങളിലെ വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന സ്വാധീനം കുറയ്ക്കാനും പോർച്ചുഗീസ് സ്വാധീനം കൂട്ടാനും ഉറപ്പിച്ചിട്ടായിരുന്നു ഗാമയുടെ രണ്ടാമത്തെ വരവ്. ആദ്യം തന്നെ കോഴിക്കോട്ടെ ഒരു അറബ് വ്യാപാര കേന്ദ്രം ഗാമ തകർത്തു. 38 പേരെ വധിച്ചു. പിന്നീട് ബാറ്റിൽ ഓഫ് കാലിക്കറ്റ് എന്നറിയപ്പെട്ട യുദ്ധത്തിൽ സാമൂതിരിയെ തോൽപ്പിച്ച് ഗാമ തൻ്റെ ശക്തി തെളിയിക്കുകയാണ്. പിന്നെ ഗാമ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അവിടെ കൊച്ചി രാജാവുമായിട്ട് സഖ്യമുണ്ടാക്കി അവിടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടത്തിൽ ആധിപത്യം നേടിയെടുക്കാൻ ഗാമയ്ക്ക് കഴിയാണ്. തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ഗാമ 1503 കൊച്ചി വിട്ട് പോർച്ചുഗലിലേക്ക് തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചുള്ള യാത്രയിൽ കിഴക്കേ ആഫ്രിക്കയിലെ മൊസാംബിക്കിലും ഗാമ പോർച്ചുഗീസ് വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് ചരിത്രമാണ്. എല്ലായിടത്തും ഈ യൂറോപ്യന്മാരുടെ സ്വഭാവം ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നീടുള്ള ചരിത്രം നോക്കിയാൽ മൊസാംബിക് പോർച്ചുഗീസിൻ്റെ കോളനിയായിട്ട് മാറിയിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നാൽ ഗാമ ഇവിടം വിട്ടുപോയപ്പോൾ തൻ്റെ അമ്മാവന്മാരായ വിസൻ്റെ സോഡ്രെ, ബ്രാസ് സോഡ്രെ എന്നിവരെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരുന്നു. ഒപ്പം 5 കപ്പലുകളും സൈനികരടങ്ങുന്ന സംഘവും അവർക്കൊപ്പം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ ആക്രമണങ്ങളെല്ലാം നടത്തിയിട്ടാണ് ഇവർ കച്ചവടത്തിനുള്ള സ്വാധീനം പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ തിരിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാൻ ഇനിയും സാധ്യതയുണ്ട്. അപ്പോൾ അമ്മാവന്മാരെ നിർത്തിപ്പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് പടക്കപ്പലുകൾ വേണം, അതുപോലെ സൈന്യവും വേണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ഗാമ തിരിച്ച് പോർച്ചുഗലിലേക്ക് പോകുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന അറബി കച്ചവട കപ്പലുകൾക്ക് തടസ്സമുണ്ടാക്കുക എന്നതായിരുന്നു ഗാമ അമ്മാവന്മാരെ ഏൽപ്പിച്ച ചുമതല. പക്ഷേ അവർ പലപ്പോഴും ഇന്ത്യൻ തീരവും കടന്ന് അറേബ്യൻ തീരത്തേക്ക് പോലും കൊള്ളകൾ നടത്താനായിട്ട് പോവുമായിരുന്നു. ഈ കൊള്ള നടത്താനൊന്നും വാസ്കോഡ ഗാമ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് കൊള്ള നടത്തുക വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. ശരിക്കും നമ്മളൊക്കെ യൂറോപ്യന്മാർ എഴുതിയ ചരിത്രം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ കടൽ കൊള്ളയുടെ ചരിത്രമൊന്നും അറിയണമെന്നില്ല. എന്തായാലും ഒരിക്കലിങ്ങനെ 5 അറബ് കപ്പലുകളെ ആക്രമിച്ച് ഇവർ കൊള്ളയടിക്കുകയാണ്. അതിലുള്ള സകലരെയും ഈ സോഡ്രെ സഹോദരങ്ങൾ കൊലപ്പെടുത്തിയിരുന്നു. അതായത് ഗാമയുടെ അമ്മാവന്മാർ. ഇത്തരത്തിൽ കപ്പലുകൾ കൊള്ളയടിച്ച ശേഷം അവർ സ്വന്തം കപ്പലുകൾക്ക് സംഭവിച്ച കേടുപാടുകൾ ശരിയാക്കാനുള്ള അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഒമാൻ്റെ തീരത്ത് തങ്ങുകയാണ്. ഈ കാര്യങ്ങളൊന്നും അറിയാതിരുന്ന കപ്പലും അതിലെ ആളുകളെയും ഒക്കെ കണ്ട കടലിനെയും ഈ തീരത്തെയും എല്ലാം നന്നായിട്ട് അറിയാവുന്ന അറേബ്യൻ മത്സ്യത്തൊഴിലാളികൾ കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ വലിയൊരു കൊടുങ്കാറ്റ് വരാൻ പോവുകയാണ് എന്നും കപ്പലിലുള്ളവർ സൂക്ഷിക്കണം എന്നുമെല്ലാമുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പറങ്കികൾ ഇത് വകവെച്ചില്ല. കാരണം പറയുന്നത് സാധാരണ മത്സ്യത്തൊഴിലാളികളാണല്ലോ, അവർ പ്രത്യേകിച്ച് കാര്യമാക്കിയില്ല. വിസൻ്റെ സോഡ്രയുടെ കപ്പൽ മുഴുവനായിട്ട് മുങ്ങി അതിലുള്ള ആളുകൾ എല്ലാവരും മരിക്കുകയാണ്. എന്നാൽ ബ്രാസ് സോഡ്രയുടെ കപ്പലിലുള്ള കുറച്ച് ആളുകളെല്ലാം രക്ഷപ്പെട്ടു. ഇദ്ദേഹവും രക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ എന്തായാലും മുങ്ങിപ്പോയ വാസ്കോഡ ഗാമയുടെ കപ്പലാണ് പിന്നീട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1998 ഒമാൻ്റെ തീരത്തു നിന്നും ഗവേഷകർ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ രക്ഷപ്പെട്ട അനുഭവസ്ഥരുടെ വിവരണങ്ങൾ പോർച്ചുഗീസ് ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോഴും പോർച്ചുഗീസ് അർക്കൈവുകളിൽ ലഭ്യവുമാണ്. ഈ അർക്കൈവ് രേഖകൾ അനുസരിച്ചിട്ടാണ് ഒമാൻ്റെ തീരത്തുനിന്ന് കിട്ടിയ കപ്പൽ ഗാമയുടെ കപ്പൽ തന്നെയാണ് എന്ന് ഗവേഷകർ സ്ഥിരീകരിച്ചതും. മറ്റൊരു കാര്യം, അന്നത്തെ കാലത്തൊക്കെ ഇന്ത്യയിലേക്കും അറേബ്യയിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെയുള്ള കടൽ വഴിയുള്ള സഞ്ചാരം വളരെ ദുഷ്കരം നിറഞ്ഞതായിരുന്നു. അതുവഴി പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കടൽ വഴി പോയിക്കൊണ്ടിരുന്ന കപ്പലുകളിൽ 20% അപകടത്തിൽപ്പെട്ട് നശിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കപ്പൽ യാത്രകളുമായിട്ട് ചേർന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഉയർന്നു വരികയാണ്. 15-ാം നൂറ്റാണ്ടിൽ തന്നെ ആഫ്രിക്കൻ അടിമകളെ പോർച്ചുഗീസുകാർ അവരുടെ തോട്ടങ്ങളിലും ഖനികളിലും പണികൾക്കായിട്ട് കൊണ്ടുപോകുന്നത് പലപ്പോഴും പതിവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പോർച്ചുഗീസുകാരുടെ ശത്രുക്കളിൽ നിന്ന് തങ്ങളുടെ ആളുകളെ ആരെങ്കിലും മറ്റുള്ള ആളുകൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാനും സ്വർണം പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കിട്ടാനുമെല്ലാം ഇത്തരത്തിൽ അടിമകളെ
പോർച്ചുഗീസുകാർ മറ്റുള്ള ആളുകൾക്ക് വിൽപ്പന പോലും നടത്തിയിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഇത്തരം മനുഷ്യത്വരഹിതമായ അടിമക്കച്ചവടത്തിൽ പോർച്ചുഗീസുകാർ ഏർപ്പെട്ടിരുന്നു. അന്ന് വാസ്തവത്തിൽ അറബികളും ഇത്തരത്തിലുള്ള അടിമക്കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ 1960-ലും 70-ലും ഒക്കെയാണ് പല അറേബ്യൻ രാജ്യങ്ങളിലും അടിമക്കച്ചവടം നിയമം മൂലം നിരോധിക്കുന്നത്. എന്തായാലും 1497-ൽ വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്തിരുന്ന ആൽവാരോ വെൽഹോ, ജോവ ഡേസ എന്നിവരുടെ യാത്രാ വിവരണത്തിലും നീഗ്രോകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഇപ്പോഴും നമുക്ക് വായിക്കാൻ കിട്ടും. അതിൽ തടവുകാരെ രക്ഷിക്കാൻ നീഗ്രോകളെ കൈമാറുന്നതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ എഴുതി വെച്ചിരുന്നു. ഇങ്ങനെ അടിമക്കച്ചവടം മാത്രമല്ല, കടൽ യാത്രയിൽ നേരത്തെ പറഞ്ഞതുപോലെ കടൽക്ഷോഭം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോർച്ചുഗീസുകാർ കപ്പലിലുള്ള അടിമകളെ ബലി കൊടുക്കുമെന്നും പറയുന്നുണ്ട്. ഇതൊരു കേട്ടുകേൾവി മാത്രമാണ്. യഥാർത്ഥത്തിൽ എഴുതപ്പെട്ട ചരിത്രത്തിൽ വ്യക്തമായിട്ടുള്ള രേഖകളൊന്നുമില്ല. പോർച്ചുഗീസുകാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നും അതേസമയം കടൽ കൊള്ളക്കാരായതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കയറിക്കൂടിയ ആളുകളുടെ വിശ്വാസപ്രകാരം അവർ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെ അടിമകളെ ബലി കൊടുക്കുന്നത് കൊണ്ട് കൊടുങ്കാറ്റിൽ നിന്നും കടക്ഷോഭത്തിൽ നിന്നുമൊക്കെ അവർ രക്ഷപ്പെടും എന്നായിരുന്നു പോർച്ചുഗീസുകാരുടെ ഒരു വിശ്വാസമായിട്ട് പറയപ്പെടുന്നത്. അതെല്ലാം ഒരു മിത്ത് പോലെ പറയുന്ന കഥകളാണ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണെങ്കിലും നമ്മുടെ വിഷയം ബാറോസ് എന്ന ഒരു മിത്തിക്കൽ കഥാപാത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ചരിത്രത്തിലെല്ലാം ചരിത്രത്തോടൊപ്പം തന്നെ മിത്തും കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഇങ്ങനെ ബലി കൊടുക്കുന്ന അടിമകളുടെ ആത്മാവ് തങ്ങളുടെ കപ്പലിനെയും അതിലുള്ളവരെയും അവരുടെ സ്വത്തുക്കളെയും സംരക്ഷിക്കുമെന്നാണ് പലരും വിശ്വസിച്ചിരുന്നത്. ഇത് ആഫ്രിക്കൻ വൂഡു മാജിക് എന്നും അറിയപ്പെടുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ മലബാറിൻ്റെ തീരത്തടക്കം പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കെട്ടുകഥയുണ്ട്. വാസ്കോഡ ഗാമയുടെ നിധി ശേഖരത്തെക്കുറിച്ചുള്ളതാണ് ഈ കെട്ടുകഥകളെല്ലാം തന്നെ. കാരണം എന്താണ്? കടൽ കൊള്ളക്കാരാണ്, ധാരാളം സ്ഥലത്ത് പോയി കൊള്ളയടിക്കുന്നവരാണ്, വലിയ വലിയ പണത്തിന് വ്യാപാരം നടത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്വത്തുണ്ടാവുമെന്നും ഇവർക്ക് നിധി ഉണ്ടാവുമെന്നും ആളുകൾ വിശ്വസിച്ചു പോന്നിരുന്നു. കൊച്ചി, ഗോവ അടക്കമുള്ള ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരങ്ങളിൽ ഒരു കാലത്ത് പോർച്ചുഗീസ് കോളനികളെക്കുറിച്ചും ഇത്തരത്തിലുള്ള നിരവധി കഥകളുണ്ടായിരുന്നു. ഈ ബാറോസ് എന്നത് ഒരു പോർച്ചുഗീസ് മിത്തിക്കൽ കഥാപാത്രമാണ് എന്ന് നമുക്ക് പറയാം. ഒരു കാലത്ത് പോർച്ചുഗീസിൻ്റെ തന്നെ തലസ്ഥാനമായിരുന്ന ലിസ്ബണേക്കാളും പോർച്ചുഗീസുകാർക്ക് പ്രധാനപ്പെട്ടതായിരുന്നു ഗോവ എന്നും പറയുന്നുണ്ട്. ഗോവ കണ്ട ഒരാൾക്ക് ലിസ്ബൺ കാണേണ്ട ആവശ്യമില്ല എന്നർത്ഥം വരുന്ന പോർച്ചുഗീസ് പഴഞ്ചൊല്ല് പോലും ഉണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള ചില പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിൽ ഉപയോഗിക്കുന്നതാവാം. എന്താണെങ്കിലും ഗോവ അക്കാലത്ത് പോർച്ചുഗീസ് തലസ്ഥാനത്തെക്കാളും സമ്പന്നമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അക്കാലത്ത് ഗോവ പോലുള്ള സ്ഥലങ്ങളിൽ പോർച്ചുഗീസ് കുടുംബങ്ങൾ സ്ഥിരതാമസക്കാരാക്കുക പോലും ചെയ്തിരുന്നു. ഈ സമ്പന്നരായ പോർച്ചുഗീസ് കുടുംബങ്ങൾ ഗോവ പോലുള്ള സ്ഥലങ്ങളിൽ സ്ഥിരതാമസമാക്കുന്ന സമയത്ത് അവിടങ്ങളിലേക്ക് അവരെ പരിചരിക്കാനുള്ള ആഫ്രിക്കൻ അടിമകളും എത്തുമായിരുന്നു. പോർച്ചുഗീസ് കോളനികളെക്കുറിച്ച് ഒരുപക്ഷെ നമുക്ക് അറിവുണ്ടാവും. പക്ഷേ അവർ ഇന്ത്യയിലേക്കും അടിമകളെ കൊണ്ടുവന്നിരുന്നു എന്നത് ഒരുപക്ഷെ അധികമാരും പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അത് ചരിത്രമാണ്, സത്യമാണ് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊള്ളയടിയിലൂടെയും കച്ചവടത്തിലൂടെയും കിട്ടുന്ന സ്വത്തുക്കൾ ഇവർ ധാരാളമായിട്ട് ശേഖരിച്ചു വെച്ചിരുന്നു. പക്ഷേ 17-ാം നൂറ്റാണ്ടിൽ മറാത്ത സാമ്രാജ്യം പോർച്ചുഗീസ് ഗോവയെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ പല സമ്പന്നരും യുദ്ധം വരുമ്പോൾ എന്താണ് ചെയ്യുക? ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കും. അതുപോലെ ഗോവയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടായി. കടലിൻ്റെ സ്വഭാവവും കാറ്റിൻ്റെ ദിശയൊക്കെ അനുസരിച്ച് മാത്രമേ കടലിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ആക്രമണം ഭയന്ന് രക്ഷപ്പെട്ട പലർക്കും അവരുടെ സ്വത്തുക്കൾ മുഴുവനും അവർക്കൊപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം വലിയ രീതിയിലുള്ള സ്വർണ്ണമുണ്ട്, നിധികളുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കാത്തൊരു കാര്യമാണ്. ആ സ്വത്തുക്കൾ പക്ഷേ സംരക്ഷിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വിശ്വാസപ്രകാരം ആഫ്രിക്കൻ അടിമകളെ ഇവരിൽ പലരും ബലി നൽകിയെന്നും ആ അടിമയുടെ ആത്മാവ് ഈ സ്വത്തിൻ്റെ ഉടമയുടെ അനന്തരാവകാശികൾ വന്നാൽ മാത്രമേ ആ സ്വത്തുക്കളെല്ലാം കൈമാറുള്ളൂ എന്ന രീതിയിലും ചില കഥകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രവും മിത്തും ഏതാണ്ട് ചില കഥകളും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ബാറോസ് സിനിമയിലേക്ക് തിരിച്ചു വന്നാൽ മോഹൻലാൽ ഈ സിനിമയിൽ ഇങ്ങനെ സമ്പത്ത് കാക്കുന്ന ബാറോസ് എന്ന കാവൽക്കാരൻ്റെ ആത്മാവിൻ്റെ റോളിലാണ് എത്തുന്നത്. ജിജോ പുന്നൂസ് എന്ന എഴുത്തുകാരൻ്റെ ബാറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ എന്നാണ് മോഹൻലാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ കുറിക്കുന്നത്. ചരിത്രകാരൻ KL ബെർണാൾഡിൻ്റെ ഹിസ്റ്ററി ഓഫ് ഫോർട്ട് കൊച്ചിൻ എന്ന പുസ്തകത്തിൽ ഇത്തരത്തിൽ പോർച്ചുഗീസുകാരുടെ സമ്പത്ത് കാക്കുന്ന ആഫ്രിക്കൻ അടിമകളുടെ ആത്മാവിനെ ആരാധിക്കുന്നതിനെ പറ്റിയെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. കാപ്പിരി മുത്തപ്പൻ എന്നാണ് ഈ ആരാധനാമൂർത്തി കൊച്ചിയിലെല്ലാം അറിയപ്പെടുന്നത്. 1662 സിലോൺ, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ നിന്ന് ഡച്ചുകാർ കേരളത്തിലേക്ക് പടയോട്ടം തുടങ്ങിയിരുന്നു. 1663 കൊച്ചി അവരുടെ കീഴിലാവുന്നത്. ഈ സമയത്ത് പോർച്ചുഗീസുകാർ അവരുടെ സമ്പത്തുകൾ മതിലിൽ സൂക്ഷിക്കുമായിരുന്നു എന്നും പറയുന്നുണ്ട്. ആ മതിലുകളിൽ ഒരടിമയെ അവർ ചങ്ങലയ്ക്ക് വെച്ച് കെട്ടും. എന്നിട്ട് ആ മതിൽ സ്വത്ത് വെച്ച മതിൽ ഈ അടിമയെ ചേർത്ത് മൂടുകയാണ് ചെയ്യുക. അപ്പോൾ അടിമ അവിടെ കിടന്ന് സ്വാഭാവികമായിട്ടും മരണപ്പെടും. അങ്ങനെ ആത്മാവായി മാറുന്ന ഈ അടിമയുടെ ജോലി എന്ന് പറയുന്നത് ഈ സ്വത്തുക്കളെ സംരക്ഷിക്കുക, ഈ സ്വത്തിൻ്റെ ഉടമയുടെ അനന്തരാവകാശി വരുന്ന സമയത്ത് ആ സ്വത്തുക്കൾ കൈമാറുക.
ചുണ്ണാമ്പ് പോലുള്ള വസ്തുക്കളെല്ലാം വെച്ച് അടിമയെ മതിലിനുള്ളിലാക്കി മൂടുന്നതിന് മുന്നേ തന്നെ അടിമയിൽ നിന്ന് ഈ സ്വത്ത് തൻ്റെ അനന്തരാവകാശിക്ക് മാത്രമേ കൊടുക്കൂ എന്ന വാഗ്ദാനം ഉടമ മേടിക്കുകയും ചെയ്യും. എന്തായാലും ശ്വാസം മുട്ടി മരിക്കുന്ന അടിമയുടെ ആത്മാവ് പിന്നീട് ഈ സ്വത്തുക്കൾക്ക് കാവലിരിക്കുമെന്നാണ് വിശ്വാസം. ഈ കാപ്പരി എന്ന വാക്ക് കാഫിർ എന്ന വാക്കിൽ നിന്നുമാണ് വന്നത് എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. കാഫിർ എന്നത് ആഫ്രിക്കക്കാരെ അറബ് സഞ്ചാരികൾ വിളിച്ചിരുന്ന വാക്കാണ് എന്നും പറയുന്നുണ്ട്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കാപ്പിരികളുടെ നാട്ടിൽ എന്ന നോവലിനെ പറ്റി ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ യാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. ഇങ്ങനെ പൊതുവിൽ കേരളത്തിൽ ആഫ്രിക്കക്കാരെ ആ സമയത്തൊക്കെ കാപ്പിരികൾ എന്നും വിളിച്ചിരുന്നു. ഇങ്ങനെ കാലക്രമേണ ബലി കൊടുത്ത അടിമകളെ അവിടുത്തെ ജനങ്ങൾ കാപ്പിരി മുത്തപ്പൻ എന്ന പേരിൽ ആരാധിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. ഈ കാപ്പിരി മുത്തപ്പൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കാപ്പിരി മതിലുകൾക്കടുത്ത് ഒരു ചെറിയ കല്ല് വെച്ച ഒരു പ്രതിഷ്ഠ മാത്രമാണ്. സാധാരണ അമ്പലങ്ങളെ പോലെയോ പള്ളികളെ പോലെയോ ഒന്നും വലിയ കെട്ടിടങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രസാദമായിട്ട് കൊടുക്കുന്ന വസ്തുക്കൾ പോലും വ്യത്യസ്തത ഉള്ളതാണ്. കള്ള്, വറുത്ത മീൻ, ഇറച്ചി, മുട്ട, സിഗരറ്റ് എന്നിവയൊക്കെയാണ് പ്രസാദമായിട്ട് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം കൊടുക്കാറുള്ളത്. മട്ടാഞ്ചേരിയിൽ കാപ്പിരി മുത്തപ്പന് പുട്ടും നിവേദ്യവും നൽകാറുമുണ്ട്. കാര്യം നമ്മൾ ഈ കാപ്പിരികളുടെ കഥ മിത്താണ്, ചരിത്രമല്ല, അതിന് തെളിവുകളില്ല എന്നൊക്കെ പറയുമ്പോഴും രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. കൊച്ചിയിലെ ചില കെട്ടിടങ്ങൾ പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചപ്പോൾ മനുഷ്യൻ്റെ അസ്ഥികൾ ലഭിച്ചതായിട്ട് കെ.എൽ. ബെർണാഡ് തൻ്റെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിക്ക് അടുത്തുള്ള റോസ് സ്ട്രീറ്റിലെ കാപ്പിരി മതിലുകളിൽ ഇത്തരം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതായിട്ടും അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇത്തരം കാപ്പിരി മതിലുകൾ എന്ന് വിളിക്കപ്പെടുന്ന മതിലുകളിൽ പലതും നഗരത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നശിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ളവയാണ്. അവയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മട്ടാഞ്ചേരിക്ക് അടുത്തുള്ള മങ്ങാട്ടുമുക്കിലെ പ്രതിഷ്ഠ പോലുള്ള അപൂർവം ചില പ്രതിഷ്ഠകൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. കർണാടകയിലും ശരിക്കും കാപ്പിരി ദേവരു എന്ന പേരിൽ ഒരു ആരാധനാമൂർത്തിയുണ്ട്. അവിടെ മദ്യവും സിഗരറ്റുമെല്ലാം നിവേദിക്കാറുമുണ്ട്. ഈ കാപ്പിരി ദേവരുവിൻ്റെ ചരിത്രം നമ്മൾ നോക്കാനാണെങ്കിൽ ഈ കൊച്ചിയിലൊക്കെ പോർച്ചുഗീസുകാർക്ക് ധാരാളം ആഫ്രിക്കൻ അടിമകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിലധികമോ അടിമകളായിരിക്കാം ചിലപ്പോൾ കർണാടകയിലേക്ക് പോയി എന്നും അവിടെ നിന്ന് രോഗങ്ങളൊക്കെ ബാധിച്ച് മരണപ്പെടുന്നു. അവരൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മനുഷ്യന്മാരാണ് ശരിക്കും അന്നത്തെ കാലത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന മനുഷ്യന്മാർ. ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് വലിയ ആരോ അല്ലെങ്കിൽ ദൈവമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവണം. അവിടെ മരിച്ച സമയത്ത് അവിടെ ഒരു അമ്പലമായിട്ട് അതിനെ മാറ്റി ആളുകൾ ആരാധിക്കാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. നമ്മൾ കൊച്ചിയിൽ കാണുന്നത് പോലെ ചെറിയ പ്രതിഷ്ഠയൊന്നുമല്ല, വലിയ അമ്പലങ്ങളൊക്കെ ആയിട്ടാണ് കർണാടകയിലെല്ലാം ഇത്തരത്തിലുള്ള ആരാധനകൾ നടക്കുന്നത്. ഇത്തരത്തിൽ ധാരാളം മിത്തുകൾ പോർച്ചുഗീസ് ഭരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതിലൊരു മിത്ത് മാത്രമാണ് വാസ്തവത്തിൽ ബാറോസ് എന്ന നിധി കാക്കുന്ന ആത്മാവ്. അത് യഥാർത്ഥത്തിലുള്ളതാണെന്ന് വിശ്വസിച്ചാരും വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല എന്ന കാര്യം എനിക്കറിയാം. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. കാര്യം പക്ഷേ എന്താണെങ്കിലും ഒരു സിനിമ ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ചരിത്രവുമായിട്ടോ ചരിത്ര പുരുഷന്മാരുമായിട്ടോ ബന്ധമുള്ള സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് നമുക്ക് പഠിക്കാനും അറിയാനുമുള്ള ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. വാസ്കോഡ ഗാമയുടെ ചരിത്രത്തിലൂടെ, കടലിലെ വിശ്വാസങ്ങളിലൂടെ, കാപ്പിരി മുത്തപ്പനിലൂടെ, ബറോസിലും നമ്മൾ എത്തി നിൽക്കുന്ന ഒരുപാട് അറിവുകൾ ഇന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു സിനിമ തന്നെയാണ്. എന്താണെങ്കിലും സിനിമ കണ്ടിട്ടുള്ള ആളുകളുണ്ടാവാം, കാണാത്ത ആളുകളുണ്ടാവാം, ഇന്ന് പുതിയ അറിവുകൾ ലഭിച്ച ആളുകളുണ്ടാവാം. അവർക്കെല്ലാം ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ചാനലല്ല, അതുകൊണ്ടാണ് ചരിത്രത്തെക്കുറിച്ചും അറിവുകളെക്കുറിച്ചും കൂടുതലായിട്ട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ എന്തായാലും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട. 2025 പുതിയൊരു വർഷം വരാൻ പോവുകയാണ്. ഒരു വർഷമായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് ആഗ്രഹിച്ചതല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താത്ത ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. പണം നല്ല രീതിയിൽ ഉണ്ടാക്കാനും കൈകാര്യം ചെയ്യാനും നിക്ഷേപിക്കാനും ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി ചെറുതായിട്ട് പണവും സമയവും മുടക്കാൻ മടി കാണിക്കേണ്ടതില്ല. കാരണം ഇതെല്ലാം ജീവിതത്തിൻ്റെ അവസാനം വരെ വേണ്ട അറിവുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ പേഴ്സണൽ ഫൈനാൻസ് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലുണ്ട്. ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതും കണ്ടു നോക്കാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 250 പേർക്ക് 6000 രൂപ വിലയുള്ള ഈ ഒരു ക്ലാസ് 2799 രൂപയ്ക്ക് ഇപ്പോൾ ലഭ്യമാവുന്നതാണ്. താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.